See guys, this is പപ്പയുടെ വെട്ടൽ ആൻഡ് പാലെടുത്തു. അതിനകത്ത് പാലില്ല, അവരെടുത്തുകൊണ്ടിരിക്കുവോ മുമ്പ് ഉണ്ടാൽ. ഇത് നാരകം. എവിടെ ദിസ് വൺ. ഇത് കൊടി. ഇത് നമ്മുടെ പൊട്ടക്കിണറത്. അവയാണ് നമ്മൾ വേസ്റ്റ് തള്ളാറ്. ദെൻ ദിസ് ഇസ് പൈനാപ്പിൾ. ഇടയ്ക്കുണ്ടാവും, ഇടയ്ക്ക് പന്നി. ആദ്യം പൈനാപ്പിൾ can see now this. Then what, this is pogapara. This is sheet. പപ്പായനെ കാണുന്നില്ല, എവിടെയാണാവോ? ഓമ്പളിയും കഴിഞ്ഞ് വരുന്നുണ്ട്. പാലെടുത്ത് കഴിഞ്ഞ് പോതിട്ട് ഓടി അങ്ങോട്ട്. അപ്പൊ അക്കൻ്റെ അടുത്ത് പാലെടുത്തേ. എനിക്ക് പനിയാ. ഇതിനെ ഫാഷനാണോ നൈറ്റി? അയ്യോ അയ്യ. മരിയോട് ഞാൻ പറയുന്നു. എന്നിട്ട് ഞാൻ എന്തൊക്കെയുണ്ട്. പിന്നെ മിനി ആൻറ്റി വന്നു. ആ എന്താണോ ഇന്നലെ നമ്മൾ എന്തെങ്കിലും അവരുടെ കാര്യം പറഞ്ഞായിരുന്നു. ഗയ്സ്, നമ്മൾ ഈ ഡിഷിലാണ് പാലുറ ഒഴിക്കുന്നതൊക്കെ. ആൻഡ് ഇത് പപ്പ എഴുതിയിരിക്കുന്നത്, പപ്പയുടെ ഡിഷ് മാറിപ്പോകാതിരിക്കാൻ RN, ഇറ്റ്സ് മീൻ റെജി നടുവിലെ കുത്ത്. ഇതിൽ ഞാനാണ് എഴുതിയത്. ഇതൊക്കെ ഒരെണ്ണത്തിനകത്ത് ഞാൻ NR എഴുതിയതിന് പപ്പ എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. പിന്നെ ഇത് നമ്മൾ പാലിനകത്തോട്ട് ഒഴിക്കും. കണ്ടോ, ടണ്ടടാ. ഇതൊഴിച്ച് റിമൈനിങ് വേസ്റ്റ്, ഇതാണ് ചണ്ടി. ഇതിനി ഇതിനകത്തോട്ട് എടുത്തൊഴിക്കണം. പപ്പ വരുമ്പോൾ നമുക്ക് നോക്കാം. പിന്നെ ഇതാണ് ആ മെഷീൻ. തന്നെ ഓട്ടോമാറ്റിക് കറങ്ങും. ഓയിലിട്ട് കൊടുത്താൽ മതി. ഇതിനുമുണ്ട് നമുക്ക് ചെലന്തി വല. ചുമ്മിച്ചിട്ട് നമ്മൾ കറക്കുന്ന സാധനം ഇല്ല, അല്ലെങ്കിൽ നമുക്ക് കറക്കായിരുന്നു. ഇങ്ങനെ കറങ്ങിയാൽ കറങ്ങുമെന്ന് എനിക്കറിയാം. സാധനം അടിച്ചു പോയാൽ പപ്പ എന്നെ പൊരിക്കും. സോ വിൽ സീ നെക്സ്റ്റ് ഗൈസ്. ഇതാണ് നമ്മുടെ പുകപ്പര. ഐ ഷോ യു. ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഒരു മണമുണ്ട്. ഇറ്റ്സ് ആസം. ഇപ്പം ഇത് ഷീറ്റ് കേട്ടോ. ഇതൊക്കെ ഇനി കഴുകണം, ഭയങ്കര ടാസ്ക്കാണ്. ഇതിൻ്റെ മുകളിൽ പപ്പ ഇപ്പം ഇട്ടിട്ടില്ല. കണ്ടോ, മഞ്ഞൾ മുളച്ച് കിടക്കുന്നത് കണ്ടോ. ഇതെന്തിനു കൊള്ളുവോ എന്തോ. പിന്നെ ഇതൊക്കെ ഷീറ്റാണ്. ഫ്ലാഷ് ഇങ്ങനെ ഓണാക്കാൻ പറ്റില്ല, ബാറ്ററി ലോയാ, സോറി. ഇതിൻ്റെ മുകളിലാണ് ഇങ്ങനെ കണ്ടോ, പക്ഷെ കാണത്തില്ല, കോലുണ്ട് മുകളിൽ. ലൈക്ക് കണ്ടോ ഇതുപോലെ കോലുണ്ട് മുകളിൽ ഫുള്ള്, ഏറ്റവും ടോപ്പ് വരെ. എന്നിട്ട് അതിലെല്ലാം ഇങ്ങനെ ഷീറ്റ് തൂക്കിയിടും ഉണക്കാൻ. എന്നിട്ട് ഇവിടെ അതൊക്കെ പപ്പ മൂടി ഇനി ആവശ്യത്തിന് എടുക്കുള്ളൂ. ഇവിടെ ഒരു സെൻട്രൽ ഒരു ഇതുണ്ട്. ഈ മൂടിയേക്കുന്ന അവിടെ ഈ തീ കയറ്റുന്നൊരു, അപ്പുറത്തുനിന്ന് തീ കയറ്റുന്ന സിസ്റ്റമാണ്. പിന്നെ പപ്പയുടെ നല്ല ചില സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്, അതെനിക്കറിയില്ല എന്താന്ന്. ഓക്കെ ബൈ. ഇതെന്തോ ഒരു ചെമ്പ്. ഇതിനകത്താണ് ഷീറ്റ് കഴുകുന്നത്. ബിഗ് ചെമ്പ് ഇത്രയുണ്ട് കേട്ടോ. നിൻ്റെ മുഖത്ത് തന്നെ മഷു. ഡോണ്ട് ടച്ച് മീ. വെയിറ്റ്. അവിടെ നിൽക്ക്. അടി വേണോ നിനക്ക്? വേണോ? അടി വേണോ? റബ്ബർ പാലാ ഇത്? എവിടുന്നാടാ നീ പാല് കുടിക്കാൻ തുടങ്ങിയ? റബ്ബറിൻ്റെ ജമ്പ്. രണ്ടും കൂടെ വരുന്നുണ്ട് ഗൈസ്. എന്താ അമ്മ പപ്പനെ ഉപദേശിക്കുന്നത്? അച്ഛൻ പറഞ്ഞതാ. ഇന്നെന്തായിരുന്നു അച്ഛൻ്റെ പ്രസംഗം? സന്തോഷത്തിൽ സമാധാനത്തിൽ. അതുകൊണ്ടാണോ മമ്മിക്ക് ഇത്ര സ്നേഹം പപ്പയോട്? ഇത് ലൈവാ. അനാമിക, നീയ ഒന്നും അറിയില്ല. എന്നോട് ഇങ്ങനെ ചോദിക്കും എങ്ങനെയാന്ന്. ഞാനിത് കഥ പറഞ്ഞു കൊടുക്കും.
ഞാൻ വെട്ടും കഴിഞ്ഞ് കടക്കഞ്ചേരി പോയി ചാരം മേടിച്ചിട്ട് വരണം. വെറുതെ ചിക്കടി ഒന്ന് മേടിച്ചിട്ട് വരണം. ഓക്കെ. അമ്മീനെ കൂട്ടി വന്നാൽ മതി. രാവിലെയോ? ദിസ് ഈസ് ഉന്തുവണ്ടി ഗൈസ്. ഈ പിടിയുണ്ട്. ഈ പിടി വെച്ച് നമ്മളിങ്ങനെ 2 കൈയും വെച്ച് ഈ പിടിച്ചിങ്ങനെ തള്ളും. എനിക്കൊരു കയ്യിൽ ഫോണാണ്, തള്ളാൻ പറ്റില്ല. ഇങ്ങനെ ഒഴിക്കും. അനാമിയൊക്കെ ചെടി 1:30 രാത്രിയോ ആരാ കൊണ്ടുവന്നു? അപ്പൻ. അനാമിക്ക് സർപ്രൈസ് കിട്ടിയത്. സർപ്രൈസ് അപ്പം ബുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് സർപ്രൈസ് കൊണ്ടില്ല. എല്ലാവരും ദൂരമല്ലേ. എന്നാലും ഞാൻ ഇവിടെ വരുമ്പോൾ പണിയല്ലേ വരാം. ചോറും കറി വെക്കല് അതെല്ലാം കുഴപ്പമാണോ? മറ്റൊന്നും അല്ല, ഞാൻ എല്ലാ പണിയും തീർക്കും. അപ്പൊ എനിക്ക് ആടിന് കുറവാണ്. ഇപ്പൊ അത് നടക്കുകയല്ല. ഈ ആടിന് ഇനി മെയിൽ എല്ലാത്തിനെയും കൊടുക്കുക, അങ്ങനെ ഒഴിവാകില്ല. ആദ്യം നമ്മൾ പാലും വെള്ളം ഒഴിക്കും. എന്നിട്ട് ആസിഡ് എന്താണ് ആസിഡ് ഒഴിച്ചു. എന്നിട്ട് നമ്മളിങ്ങനെ ഇളക്കണം. ഇതാണ് ഇളക്കി. നല്ലപോലെ 4 മൂലയും ചേർത്ത് ഇളക്കണം. ഇളക്കലോട് ചിലരൊന്നും ഇളക്കാറില്ലല്ലോ അപ്പം. എന്താ അങ്ങനെ ഇളക്കി എന്താ ഗുണം? ഇങ്ങനെ പത കൂട്ടണം. പ്രൊഫഷൻ അങ്ങനെയാണ്. അടുത്തത് ഓക്കെ ബൈ, പണിയായി. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഷീറ്റ് സെറ്റാക്കി നമ്മൾ പരിപാടി കഴിഞ്ഞു. ടോട്ടൽ 25 ഷീറ്റ്സ് നമുക്ക് കിട്ടി ടുഡേ. ഓക്കെ, എല്ലാം വൃത്തിയാക്കി വെള്ളമൊക്കെ ഒഴിച്ചു. ഓക്കെ ബൈ. എടി എടി പുറകോട്ട് വീഴും. കാലല്ല, ഞാൻ വാലയില വലിച്ചു. ഓ, വാലയെ പിടിക്കരുത് ഗൈസ്. ഇതാണ് ഗൈസ് ഷീറ്റ് എടുക്കുന്നത്. ഇത് ഓട്ടോമാറ്റിക്കാണ്. ഞാൻ പറഞ്ഞ പോലെ ഷീറ്റ് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെച്ച് ഇങ്ങനെ കീറിട്ട് ഇതിനെ താഴെ കൂടി ഇങ്ങനെ വലിച്ചു വരും.
അടുത്തത് നമ്മൾ ഇതിൽ അടിക്കും. വര 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 പാട് പ്രിൻ്റ് വരുന്ന സാധനമാണിത്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. കുറച്ച് നേരം നമ്മളിങ്ങനെ കറക്കണം ഗൈസ്, എന്നാലാണ് ഇത് ടൈറ്റ് ആവുള്ളൂ. അകത്താണെങ്കിൽ നമ്മൾ തിരിച്ച് കറക്കണം, അപ്പം അത് ഉണ്ടാവും. സ്വിച്ച് അതാണ്. അയ്യോ, എന്ത് പറ്റി ഡാഡി? തിരിച്ച് നമ്മൾ ആ കയറ് വലിച്ചാൽ സാധനം ഇറങ്ങി വരും. അത് ഒട്ടി. അപ്പം ലൈവാണ്, നാണം കേട്ടോ. പ്രിൻ്റ് വന്നു ഗൈസ്.